തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആത്മാവ് ബ്ലഡിൽ ലയിച്ചു കഴിഞ്ഞു. കാരണം ഒരു സാംസ്കാരിക കേന്ദ്രം, ഉത്സവം, പള്ളിപ്പെരുന്നാൾ, തൃശ്ശൂർ പൂരം, അങ്ങനെ ഇത്രയ്ക്കും കലകളും ഇതുമുള്ള കലകൾ വേറെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്കിവിടെ ഞാൻ ലയിച്ചു പോയി. ആ 72 കാലത്ത് തുടങ്ങിയ കട ഇപ്പോഴും ഒരു സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് ആ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. നമ്മൾ കണ്ണടച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് പണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞത് മനസ്സിൽ ഓർമ്മ വന്നു. സാമിക്കുട്ടിക്ക് ഒരു സ്വർണ്ണക്കടയിൽ കൂടി തുടങ്ങിക്കൂടെ, അപ്പോൾ ഞങ്ങൾക്ക് സ്വർണവും തുണിയും ഒരു തുറക്കീഴിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് അന്ന് അവർ പറഞ്ഞത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്കായി. തൃശ്ശൂരുമാണ് ഞങ്ങളുടെ എല്ലാം. ഇവിടെ നിന്നുള്ള ഹെഡ് ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് വളർന്ന് ഈ നിലയ്ക്ക് വരാമെന്നുണ്ടെങ്കിൽ അതെനിക്ക് തന്നെ മതി. അപ്പോൾ ഞങ്ങൾ അതുമിച്ച് ബോംബെയിലേക്ക് ഓടേണ്ട ആവശ്യം വരുന്നില്ല. കേളർമ കോളേജിലേക്ക് വരുന്നവർക്ക് അവിടെ ക്യാൻറ്റീൻ ഉണ്ടെങ്കിലും മോനേട്ടൻ്റെ ചായക്കട എന്നുള്ളത് ഒരു അഡിക്ഷൻ പോലെയായിരുന്നു. കഴിയുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്ന് ചായ ദോശ ഒക്കെ കഴിക്കൽ പതിവുണ്ട്. എല്ലാ കുട്ടികൾക്കും അത് കഴിയാറുമില്ല കേട്ടോ. കോളേജ് ക്യാൻറ്റീൻ മാത്രമേ പറ്റാറുള്ളൂ. ചിലർക്കെങ്കിലും മോനേട്ടൻ്റെ ചായക്കടയ്ക്ക് അങ്ങനെ കോളേജിൻ്റെ ഒപ്പം തന്നെ ഓർമ്മകളുണ്ട്. താങ്കളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കോളേജ് ക്യാൻറ്റീൻ ഉണ്ട്, പിന്നെ ടൗണിലെ മണീസ് കാഫെ, പത്തൻസ്, ഇങ്ങനെ നഗരത്തിലെ രുചികളുടെ ഒരു ഓർമ്മ ഒന്ന് പറയാമോ? ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്യാൻറ്റീനിൽ ഇടയ്ക്കും നിലയ്ക്കൊക്കെ പോകും. കോളേജ് ക്യാൻറ്റീനിൽ അവിടെ ചില സുഹൃത്തുക്കൾ, ക്ലാസ്മേറ്റുകൾ ഈ മോഹൻ്റെ ഹോട്ടലിലേക്ക് വരാമെന്ന് പറയും. കാരണം ഇവരുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ഇതിപ്പോൾ 1953 തുടങ്ങിയ ഹോട്ടലാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ഇവിടെ ഇരിക്കാറുണ്ട്. ഇപ്പം മകനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അധികവും ഞാൻ മറ്റേ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 12 വയസ്സ് തൊട്ട് കടയിലേക്ക് ചിലപ്പോൾ പോകും. അത് വിദ്യാഭ്യാസം സ്കൂളിലാണ്. 12 വയസ്സിൽ വെക്കേഷനിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അന്നൊക്കെ മണി എസ്കേപ്പിലേക്കാണ് പോകുക. അവിടുത്തെ ഭക്ഷണം വളരെ താല്പര്യമാണ്. ആ മണി എസ്കേപ്പ് ഞാൻ അതിനുശേഷം ടെക്സ്റ്റൈൽസ് തുടങ്ങി ഞാൻ തുണിക്കടയിൽ ഇരിക്കുമ്പോഴും സ്ഥിരമായിട്ട് അവിടെ പോകും. അങ്ങനെ ജുവല്ലറി തുടങ്ങുന്നവരെ ഞാൻ മണി എസ്കേപ്പിലേക്ക് പോയിട്ടുണ്ട്. ഈ ഇഷ്ടപ്പെട്ട രുചി, ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അങ്ങനെ ഉണ്ടോ? എന്താണ്? അങ്ങനെ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. വെജിറ്റേറിയൻ ആണെന്ന് മാത്രം. ഞാൻ 100% വെജിറ്റേറിയൻ. നാടൻ ഭക്ഷണങ്ങൾ തന്നെയാണ് കൂടുതലും കഴിക്കുക. അതെ. ഒരു മസാല ദോശയോടൊരു പ്രിയം എനിക്ക് അന്ന് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ഫാസ്റ്റ് ഫുഡ് ഇതിനോടൊക്കെ താല്പര്യമുണ്ടോ? ഫാസ്റ്റ് ഫുഡ് എനിക്ക് കുട്ടിക്കാലം തൊട്ട് തന്നെ ഇല്ല. നാടൻ ഭക്ഷണം, ദോശ, ഇഡ്ഡലി, പിന്നെ പൂരി, മസാല, അങ്ങനെ നാടൻ ഭക്ഷണങ്ങളോട് എനിക്ക് താല്പര്യമുണ്ട്. ഇതിപ്പോൾ കോളേജ് കാലത്തുള്ള ഒരു പരിചയമാണ് ഇവിടെ വരിക, ക്യാൻറ്റീനിൽ പോകാൻ. അതെ അതെ അതെ. മണീസ് കാഫ് പിന്നെ ആദ്യത്തെ കട അതിന് സമീപത്തായതുകൊണ്ട്. സമീപത്തായിരുന്നില്ല. അന്നത്തെ രാമവർമ്മ തിയേറ്റർ എന്നാണ് പേര്. പിന്നെ സപ്ന തിയേറ്ററായിട്ട് മാറി. അതിൻ്റെ തൊട്ടായിരുന്നു. അത് ഏറ്റവും നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവിടെ ആയതുകൊണ്ട് അവിടെ നിന്നും ഞങ്ങൾ മുനിസിപ്പൽ ഓഫീസിൻ്റെ മുമ്പിലെ കട, അവിടെ നിന്ന് നടന്ന് മണീസ്കേപ്പിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് നടന്ന് കടയിലേക്ക് ഒരു വാക്കിംഗ് കൂടിയാവും. അപ്പോൾ അതിന് ശേഷം കുറേ കാലത്തിന് ശേഷം ഇന്നിപ്പോൾ മോഹൻ കേഫിൽ വന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. സ്വാമിയുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ സീതാരാമസ്വാമി ക്ഷേത്രവും ഇവിടുത്തെ രഥവും ഇവിടുത്തെ കുളവും എല്ലാം. നമുക്കിപ്പോൾ ഇവിടെ രഥം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതൊന്ന് കാണാം. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് തന്നെ ശ്രീരാമൻ്റെ, ഞങ്ങളുടെ കുലദൈവമായിട്ട് കണക്കാക്കുന്ന ശ്രീരാമക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴുക, അവരുടെ അനുഗ്രഹം വാങ്ങിച്ച് പോയതിന് ശേഷമാണ് ഞങ്ങളെല്ലാം തുറന്നത്. ഇന്നും കടയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് തൊഴുത് അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകുക എല്ലാ ദിവസവും. അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾ ഹനുമാൻ്റെ ഒരു വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിലാണ് ചെയ്തത്. കൊടിമരം മുഴുവനും സ്വർണത്തിലാണ്. ആ കേരളത്തിലെ ആകെയുള്ള ഒരു സ്വർണ്ണരഥം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഉത്സവ സമയത്ത് 10 ദിവസമാണ് ഞങ്ങൾ ഉത്സവം നടത്തുക. 9 ദിവസം സ്വർണ്ണരഥം എടുക്കും. അവസാന ദിവസം ശ്രീരാമനവമി, ശ്രീരാമൻ്റെ ജന്മദിനത്തിൽ വലിയ രഥമാണ് എടുക്കുക. അത് ഇപ്പോൾ ഉള്ള രഥം 120 കൊല്ലം പഴക്കമുള്ളതാണ്. അപ്പോൾ അത് കുറേശ്ശെ ഉള്ളിൽ കേടുവന്ന് തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ
അത് കംപ്ലീറ്റ് ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് തേക്ക് വാങ്ങിച്ച് അത് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ പണി ഒന്ന് കാണാൻ പോവാം. ഇദ്ദേഹം ഞങ്ങളുടെ ബ്രാഹ്മണ സഭ ജില്ലാ സെക്രട്ടറി മൂർത്തിയാണ്. ആ രഥത്തിൻ്റെ അതേ ഷേപ്പിൽ അതേ രൂപങ്ങളാണ് പണിതുകൊണ്ടിരിക്കുന്നത്. കലാപരമായിട്ട് പൂർണ്ണമായിട്ടും പുതുക്കുന്നുണ്ടോ അതോ പൂർണ്ണമായിട്ട് പുതിയൊരു രഥമാണ് ഉണ്ടാവും? പുതിയ രഥം ഉണ്ടാക്കും. കൊത്തുപണി ഇന്നും ഈ സ്കിൽഡ് ലേബേഴ്സ് ഇത് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന തേക്കിൽ ചെയ്യുന്നതാണ്. ഒരു 80 ലക്ഷം രൂപയാണ് ഇതിന് ടോട്ടൽ ചെലവ് വരുന്നത്. അദ്ദേഹമാണ് അത് സ്പോൺസർ ചെയ്തത്. അതിൻ്റെ കൊത്തുപണി പണി നിങ്ങൾക്ക് കാണാം. ഉണ്ടോ? ഈ പുതിയ രഥം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചടങ്ങുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചളി കഴിഞ്ഞാൽ വെള്ളോട്ടം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ പേര് നമ്മൾ കംപ്ലീറ്റ് അമ്പലമുണ്ട്. വിഗ്രഹം വയ്ക്കുന്നതിന് മുൻപ് നടത്തുന്നത് ബേസ് ഇരുമ്പാണ്, അയൺ സ്റ്റീൽ. അതെ, അത് ജർമ്മനിയിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ ജർമ്മൻ എഞ്ചിനീയേഴ്സ് ചെയ്തതാണ്. ഈ രഥത്തിന് ഇപ്പോൾ എത്ര വർഷമായി കാണും? അതിനുശേഷം ഇപ്പോഴാണ് അത് മാറ്റുന്നത്. സ്വാമി, നമ്മുടെ ക്ഷേത്രക്കുളം അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വിസ്തൃതമായ ഒരു കുളമാണ്. അതെ, എല്ലാ കുളങ്ങളും ഈ പറഞ്ഞതുപോലെ നാടിൻ്റെ ഒരു വാട്ടർ റിസോഴ്സ് കൂടിയാണ്. തീർച്ചയായും അങ്ങനെ ഒരു പ്രസക്തി കൂടിയുണ്ട്. അതെ, ക്ഷേത്രം ഇവിടെ പണിതിട്ട് 130 കൊല്ലത്തോളം ആയി എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഈ ക്ഷേത്രക്കുളം ഇവിടെ ഉണ്ട്. പക്ഷേ അതിനുശേഷം അതൊക്കെ വളരെ വൃത്തികേടായിരുന്നു. ഇടയിൽ അതൊക്കെ വൃത്തികേടായി, ഒന്നും നന്നാക്കാണ്ട് കിടന്നു. ഇപ്പോൾ അതൊക്കെ വൃത്തിയാക്കി കുട്ടികളൊക്കെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ വന്ന് അവിടെ നീന്തി അത് ആസ്വദിക്കും. ഈ ഭാഗം തീർത്ഥക്കുളം എന്ന് പറയും. ഇവിടെ ഇറങ്ങാൻ വേണ്ടി വേറൊരു പടവുണ്ട്. ആറാട്ട് ദിവസം സീതനെ ഇവിടെ വന്ന് കുളിപ്പിച്ച് കൊണ്ടുപോകണ ഒരു ഇതായതുകൊണ്ട് അത് മാത്രം സെപ്പറേറ്റ് വെക്കും. ഈ കുട്ടികളൊക്കെ ഇവിടെ നന്നായിട്ട് നീന്തി കുളിക്കും. ഒരു പൊതുപ്രവേശനമുള്ള കുളം തന്നെയാണ്. അതെ, പൊതുപ്രവേശനമുള്ള, നാട്ടുകാർക്കൊക്കെ വരാവുന്ന, ആർക്ക് വേണമെങ്കിൽ വന്ന് കുളിച്ച് പോവാം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനും എൻ്റെ സഹോദരന്മാരൊക്കെ ഇവിടെ വന്ന് നീന്തി ഇവിടുന്ന് ചാടും. വെള്ളത്തിൽ ചാടി നീന്തി അക്കരെ പിടിക്കും. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളം വളരെ ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം ആൾക്കാർ, എസ്പെഷ്യലി ഇവിടെ വന്ന് കുളിച്ച് പോകുന്ന ആൾക്കാർ ഇന്ന് കാലത്തുണ്ട്. ഇപ്പോൾ വെക്കേഷൻ തുടങ്ങുമല്ലോ, വളരെയധികം കുട്ടികൾ ഇവിടെ വന്നിട്ട് നീന്തി കരയിൽ ഇങ്ങനെ ആസ്വദിക്കും. അത് കാണുമ്പോൾ നമുക്കൊരു പഴയ നല്ല വെളിച്ചമുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമുണ്ട്, നല്ല പടവുകൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കൊല്ലത്തിൽ നല്ലൊരു സംഖ്യ അതിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ഉള്ള കുളങ്ങൾ എപ്പോഴും നന്നാക്കി വെക്കണം. പിന്നെ ഒരു നാച്ചുറൽ റിസോഴ്സാണ്. പറഞ്ഞ മാതിരി പല രാജ്യങ്ങളിലും വെള്ളത്തിന് ബുദ്ധിമുട്ടുമ്പോൾ ഈ പരിസരത്തുള്ള വീടുകളിലൊക്കെ കിണറുകൾ എപ്പോഴും ജലസമൃദ്ധമായിരിക്കും. ഇവിടുത്തെ വീടുകൾ മാത്രമല്ല, അഗ്രഹാരത്തിൻ്റെ ആ തല വരെയുള്ള വീടുകളിലൊക്കെ കിണറൊന്നും ഫുള്ളാണ്. ആ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മൾ പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന അറ്റത്തുള്ള വീട്ടിൽ ഇപ്പോഴും കിണർ ഫുള്ളാണ്. അത് പ്യൂരിഫൈ ചെയ്യേണ്ട. ആ കിണറ്റിലെ വെള്ളം എടുത്ത് അങ്ങനെ കുടിക്കാം. കുളം സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഭാഗത്തൊരു ദൈവിക സങ്കല്പമാണ്, അതിനൊപ്പം ഒരു പ്രകൃതിയുടെ ആവശ്യം കൂടിയാണ്. കേരളം ഈ കുളങ്ങൾ കൊണ്ട് സമൃദ്ധമാണെങ്കിലും ധാരാളം കുളങ്ങൾ നമ്മുടെ ഓരോ പഞ്ചായത്തിലുണ്ട്. പക്ഷെ അതിൽ ഭൂരിഭാഗം കുളങ്ങളും ഇപ്പോൾ ഉപയോഗിക്കാനാവാത്ത വിധം കേടുവന്ന് കിടക്കുകയാണ്. പലതിലും പായൽ നിറഞ്ഞു, ചളി വരുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. കുളം നല്ല രീതിയിൽ സംരക്ഷിക്കുന്നത് പ്രകൃതി സംരക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും അതൊരു ദൈവിക സങ്കല്പത്തിന്റെ ഒപ്പം തന്നെ ഒരു പ്രകൃതി സംരക്ഷണം കൂടിയാണ്. ഇന്ന് ഡോക്ടർമാർ പറയുന്നത് ഏറ്റവും നല്ല എക്സസൈസ് നീന്തലാണെന്നാണ് പറയുന്നത്. അതെ, ഒരു പക്ഷേ ഞങ്ങളുടെ ആരോഗ്യമൊക്കെ ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ ഇവിടുത്തെ ക്ഷേത്രം ഒരു ആരാധനയ്ക്കപ്പുറം എല്ലാ വർഷവും മനോഹരമായിട്ടുള്ള സംഗീത പരിപാടികൾ ചെയ്യാറുണ്ട്. ഈ നാടിൻ്റെ ഉത്സവം പോലെ, ഒരു സംഗീതോത്സവം പോലെ ചെയ്യാറുണ്ട്. അതും ഈ ക്ഷേത്ര പാരമ്പര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ശ്രീരാമനവമി അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഉത്സവം. ആ 10 ദിവസം ഉത്സവം ഉണ്ടായിരിക്കും. ശ്രീരാമൻ്റെ ജന്മദിനം ശ്രീരാമനവമി ദിവസമാണ് വലിയ രഥം എടുക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ സ്വർണ്ണരഥം ഉണ്ട്. കേരളത്തിൽ ഒരു പക്ഷേ ഈ ക്ഷേത്രത്തിൽ മാത്രമേ സ്വർണ്ണരഥം ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഞങ്ങൾ പുറത്തെടുത്ത് അഗ്രഹാരത്തിൻ്റെ അറ്റം വരെ കൊണ്ടുവരും. ഇപ്പോൾ ഓരോ വീടുകളുടെ മുകളിലുള്ളവരും അവിടെ കളർ ലൈറ്റ് ഇട്ട് അവിടെ കോലങ്ങളൊക്കെ ഉണ്ട് ഇതച്ച് അവരെന്തെങ്കിലുമൊക്കെ നൈവേദ്യം കൊടുത്ത് വരുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ വരവേൽക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഓരോ വീട്ടിലുള്ളവർക്കും കിട്ടുന്നതാണ്
എൻ്റെ വിശ്വാസം. അവസാന ദിവസമാണ് ശ്രീരാമന് വലിയ രഥം. അതാണ് ഇപ്പോൾ നമ്മളവിടെ നോക്കിയത്. അത് പുതുക്കി പണിതുകൊണ്ടിരിക്കണമെന്ന് നോക്കിയത്. പിന്നെ ശിവക്ഷേത്രമുണ്ട്. ശിവക്ഷേത്രത്തിലും ഞങ്ങൾ ശിവരാത്രി ദിവസം നന്നായിട്ട് ആഘോഷിക്കും. ഇക്കൊല്ലം ആദ്യമായിട്ട് മഹാരുദ്രം ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ വസന്ത ഉത്സവം എന്ന് പറയും. 10 ദിവസം പ്രസിദ്ധ കലാകാരന്മാരെ ഇന്ത്യയിൽ നിന്ന് വരുന്നുള്ള ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന, ഏറ്റവും മുതിർന്ന് നിൽക്കുന്ന കലാകാരന്മാരുടെ സംഗീതം ഇവിടെ ഓരോ ദിവസവും കൊണ്ടാടും. അത് വളരെയധികം ആൾക്കാരിപ്പോൾ വരണം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് റിക്വസ്റ്റ് അകലെ നിന്നുള്ളവർ പോലും അത് കേൾക്കാനായിട്ട് വരുന്നത് എനിക്കറിയാം. അതെ, അന്നിവിടെ ശരിക്കും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി എന്ന് പറയും. അത് ആ ഭാഗങ്ങളൊക്കെ ഫുള്ളായിരിക്കും കേൾക്കാനായിട്ട്. കാരണം ആരും നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റാത്ത വലിയ വലിയ കലാകാരന്മാരൊക്കെയാണ് വരുന്നത്. അതിപ്പോഴും ഞങ്ങൾ തുടർന്ന് നടത്തുന്നുണ്ട്. അത് ആ ക്ഷേത്രം പണിത കാലം തൊട്ടുള്ള ഒരു ചടങ്ങാണ്. ഇടയിൽ അത് നിന്നിരുന്നു. അതിപ്പോൾ ഞങ്ങൾ രണ്ടാമത് പുനരുദ്ധീകരിച്ച് അത് തുടങ്ങി വെച്ചു. എന്നോട് ഡിസൈൻസിനെ പറ്റി ചോദിച്ചു. കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഡിസൈൻ പ്രത്യേകം ചോദിക്കുമോ ചോദിച്ചു. കസ്റ്റമേഴ്സ് ചിലപ്പോൾ പുതിയ ഡിസൈൻ അവർ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാണെങ്കിൽ ഞങ്ങളത് തയ്യാറാക്കി ചെയ്തോളും. കുറച്ച് സമയം എടുക്കുന്നു മാത്രം. അത് വളരെ റെയറായിട്ടുള്ളൂ. കാരണം ഞങ്ങൾ കൂടുതൽ ഡിസൈൻസ് ഇവിടെ സ്റ്റോക്ക് ചെയ്യണ കാരണം ഇവിടെ തന്നെ സാധാരണഗതിയിൽ അതിൽ തന്നെ എടുത്തു പോകും. പിന്നെ ഞങ്ങൾ സ്വന്തം ഡിസൈനേഴ്സിനെ വെച്ച് തയ്യാറാക്കേണ്ടി കുറേ. പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് കുറേ ഉണ്ട്. പിന്നെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കും. മൂത്ത മകൻ രാജേഷാണ് ഈ പർച്ചേസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അയാളും അയാളുടെ കീഴിലുള്ള സ്റ്റാഫ് അംഗങ്ങളും കൂടിയിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് വളരെ അപ്ഡേറ്റ് ആയി നിൽക്കുക എന്നുള്ളത് ഈ ബിസിനസ്സിലൊരു അത്യാവശ്യമാണ്. എപ്പോഴും അപ്ഡേറ്റ് ആയി നിൽക്കണം. രണ്ടാമത്തെ മകൻ മാർക്കറ്റിങ്ങും ബാക്കിയുള്ള കുറേ അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. രമേശ് സെയിൽസ് മാർക്കറ്റിംഗ് ഒക്കെ നോക്കി എപ്പോഴും മുമ്പോട്ട് ഓടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നിന്നെടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു കാല് പുറകോട്ട് വരാൻ പാടില്ല. എല്ലാം പൂർത്തിയായെന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. മുന്നോട്ട് തന്നെ നിന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ വായിച്ചിട്ടുണ്ട്. സ്വാമി ആദ്യം ഒരു കട തുടങ്ങി, പിന്നെ മൂത്ത മകന് വേണ്ടി പാലക്കാട് തുടങ്ങി, രണ്ടാമത്തെ പൊന്നാനി തുടങ്ങി. അപ്പോൾ വിചാരിച്ചു ഇപ്പോൾ കംപ്ലീറ്റ് ആയെന്ന് വിചാരിച്ചു. പക്ഷെ കംപ്ലീറ്റ് ആയില്ല. പിന്നീട് ഒന്നൊന്നായിട്ട് പിന്നാലെ വന്നു. വളരെ ആകസ്മികം എന്ന് പറയാം അങ്ങനത്തെ ഒരു. പാലക്കാട് മനസ്സിലെ ഉദ്ദേശം തൃശ്ശൂർ തുടങ്ങുമ്പോൾ ഒരു കട എന്നുള്ള പ്രതീക്ഷയായിരുന്നു. അതിൽ പഠിത്തം കഴിയുമ്പോൾ അയാൾക്കൊരു കട, രണ്ടാമത്തെ ആൾക്ക് വേറൊരു കട എന്നുള്ള എൻ്റെ അച്ഛൻ ഞങ്ങൾ 5 പേർക്ക് ഓരോ കട ഇട്ടെന്ന ആ മനസ്സിൽ തോന്നി. അങ്ങനെയാണ് പാലക്കാട് പെരിന്തൽമണ്ണ തുടങ്ങിയത്. പിന്നെ കസ്റ്റമേഴ്സ് ഓരോ സ്ഥലത്തു നിന്നും വരുമ്പോൾ അവർ പറയും അവിടെ ഒരു കട തുടങ്ങിക്കൂടെ ചോദിക്കും. അങ്ങനെ കോയമ്പത്തൂർ തുടങ്ങി, ഈറോഡ് തുടങ്ങി. പിന്നെ അങ്ങനെ കൂട്ടി അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായ രീതിയിൽ വളർന്നു വന്നു. എത്ര കടകളായി എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. അതെങ്ങനെയാണ്? അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹവും ജനങ്ങളുടെ അംഗീകാരം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ സാധിച്ചതാവുന്നതല്ല. അതൊരു എന്താ പറയുക, വളരെ ശ്രദ്ധയോടെയുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത്തരം ഒരു ബിസിനസ് ശൃംഖല തന്നെ ഉണ്ടാകുമ്പോഴേ വ്യക്തിപരമായിട്ട് നമ്മൾ കുറേ ശീലങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഇത്തരം ആളുകൾക്കെല്ലാം ഒന്ന് അവരുടെ ക്ഷമ, പിന്നെ ഒരു ആത്മസമർപ്പണം, പിന്നെ ദീർഘവീക്ഷണം, കഠിനാധ്വാനം, ഇത്തരം ശീലങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വലിയ ഇത് സ്വാമിക്ക് സ്വതേ ഉള്ളതാണ്. അത് എത്രമാത്രം പിന്നെ എൻറിച്ചായി, എത്രമാത്രം അത് വളർന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരിക്കലും ഇതൊരു ടെൻഷൻ എടുക്കാറില്ല. ആദ്യം പറഞ്ഞല്ലോ, ബിസിനസ് ഷുഡ് ബി എ പ്ലഷർ നോട്ട് എ പ്രഷർ. പിന്നെ സത്യസന്ധന്മാരായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അംഗങ്ങൾ, അവർ വളരെ നമ്മുടെ കൂടെ ഒരു കുടുംബ ബന്ധം പുറത്തി പോകുന്ന സ്റ്റാഫ് അംഗങ്ങളാണ് എല്ലാവരും. അപ്പം അതുകൊണ്ട് ആ ഭാഗം സേഫായി. അവരാണല്ലോ കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുത്തെടുത്തത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ ഓണസ്റ്റാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കത് നേടുക. അപ്പോൾ ആ ഒരു ഇതും കൂടി ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനും വറീസും ഇല്ല. പിന്നെ കഠിനാധ്വാനം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ ഈ പറഞ്ഞമാതിരി സമയത്തിന് വീട്ടിൽ പോവുക, ഫാമിലിയായിട്ട് അങ്ങനെ ഇരിക്കുക, ബന്ധുക്കളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് സൗഹൃദമായിട്ടൊക്കെ സൗഹൃദം പങ്കുവയ്ക്കുക. പിന്നെ ബിസിനസ് കടകളിലേക്ക് സമയത്തിന് കറക്റ്റായിട്ട് വരും, സമയത്തിന് പോകും. അതിപ്പോൾ നമ്മുടെ ജോലിയിൽ പെട്ടതാണല്ലോ. അതൊരു കഠിനാധ്വാനം എന്ന് പറയാൻ തോന്നുന്നില്ല.
ചെയ്യുന്നത്. ഈ കഠിനാധ്വാനം വരുന്നത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ്. നമ്മുടെ കൂടെ നമ്മുടെ ശക്തിയായിട്ട് നിൽക്കുന്ന, ബേസായിട്ട് നിൽക്കുന്ന നല്ല സ്റ്റാഫ് അംഗങ്ങളുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഹെൽപ്പല്ലേ. നമ്മൾ പറയില്ല യൂണിറ്റി സ്ട്രെങ്ത്, ഒരുമയിലുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്നൊക്കെ പറയുന്നത്. ആ ഒരുമ ഞങ്ങൾ ഒരിക്കലും സ്റ്റാഫ് അംഗങ്ങളെ വേർതിരിച്ച് കാണാറില്ല. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഈ കഠിനാധ്വാനവും ഇല്ലാത്തതും ടെൻഷനും വറീസും ഇല്ലാത്തതും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ദൈവം ജനങ്ങളുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിൽ ബിസിനസ് നന്നായിട്ട് കിട്ടും, വളർച്ചയുണ്ട്, നല്ല ഒരുപാട് പ്രോഫിറ്റ് വരുമ്പോൾ പാവങ്ങളെ സഹായിക്കാനായിട്ട് മറക്കില്ല. അതൊക്കെ നമ്മൾ എവിടെയൊക്കെ നമ്മൾ പുതിയ ഷോറൂമുകളും വ്യാപാരവും തുടങ്ങുന്നുണ്ടെങ്കിലും തൃശ്ശൂർ തന്നെയാണ് ഇതിൻ്റെ ആത്മാവ് ഉള്ളത് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? തൃശ്ശൂർ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആയാലും സ്ഥാപനത്തിൻ്റെ ആയാലും ഒരു ആത്മാവ് ഉള്ളതെന്ന് തോന്നിയിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിന് കാരണമുണ്ട്. ഞാൻ ജനിച്ച് വളർന്ന് പഠിച്ച് ഇത്രയ്ക്കും പ്രായം വരുന്നതും തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആത്മാവ് ബ്ലഡിൽ ലയിച്ചു കഴിഞ്ഞു. കാരണം ഒരു സാംസ്കാരിക കേന്ദ്രം, നല്ല നല്ല ഉത്സവം, പൂരം, പിന്നെ പള്ളിപ്പെരുന്നാൾ, ഇതൊക്കെ ഞാൻ എല്ലാത്തിനും പോയി പങ്കെടുക്കും. ഗവൺമെൻറ്റാലേ പഠിത്ത കാലത്ത് പങ്കെടുക്കും, തൃശ്ശൂർ പൂരം, അങ്ങനെ ഇത്രയ്ക്കും കലകളും ഇതുമുള്ള ഒരു വേറെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്കിവിടെ ഞാൻ ലയിച്ചു പോയി. അതുകൊണ്ട് തൃശ്ശൂർ ഒരു പ്രത്യേകത ഞങ്ങൾക്കുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം. പോകാനായിട്ടിപ്പോൾ ഞങ്ങളുടെ കമ്പനി പ്രൊഫഷണൽസും ഞങ്ങളുടെ ലിമിറ്റഡ് പ്രൈവറ്റ് മറ്റേ ഇതിൽ പോയതാണല്ലോ, ഓക്സിജനിൽ റേറ്റ് ഇത് ചെയ്തിട്ടാണല്ലോ ലിമിറ്റഡ് കമ്പനി. പല ആൾക്കാരും ചോദിക്കും ബോംബെയിൽ ഹെഡ് ഓഫീസ് വെക്കുമ്പോൾ ബെനിഫിറ്റ് ഉണ്ടാവില്ലേ? ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് തുടക്കം, തൃശ്ശൂരുമാണ് ഞങ്ങളുടെ എല്ലാം. ഇവിടെ നിന്നുള്ള ഹെഡ് ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് വളർന്ന് ഈ നിലയ്ക്ക് വരാമെന്നുണ്ടെങ്കിൽ അതെനിക്ക് തന്നെ മതി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിലേക്ക് ഓടേണ്ട ആവശ്യം വരുന്നില്ല. തൃശ്ശൂരിനാണ് വിശ്വാസം. അതെ, അത് ഞങ്ങൾക്ക് ഇതുവരേക്കും വിജയിച്ചിട്ടുണ്ട്. അതെ, ഇനി വിജയിക്കും. അതെ. പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ എന്നെ കടയിലേക്ക് കൊണ്ടുപോയത്. അത് പോസ്റ്റ് ഓഫീസിലോട്ടൊരു കട അതിപ്പോഴും ഉണ്ട്. പിന്നെ 1972 71 വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം 72 അച്ഛൻ എന്നെ ഇത് ഒരു ചാർജ് ഏൽപ്പിക്കാനായിട്ട് തുടങ്ങിയ കടയാണിത്. അപ്പം അന്നിവിടെ വേറെ തുണിക്കടയായിരുന്നു, അത് അച്ഛൻ വാങ്ങിച്ചിട്ട് തുടങ്ങി. ഇത് കോർപ്പറേഷൻ്റെ സ്ഥലമാണ്, വാടകയ്ക്കുള്ള സ്ഥലം. ആ 72 കാലത്ത് തുടങ്ങിയ കട ഇപ്പോഴും ഒരു സെൻറ്റിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അന്ന് എടുത്ത ഫോട്ടോ ആണ് യേശുദാസ് ഉദ്ഘാടനം ചെയ്ത്. ഇങ്ങനെ കടകളുടെ ഉദ്ഘാടനത്തിനൊക്കെ സിനിമാക്കാരെ കൊണ്ടുവരുന്ന ഒരു ട്രെൻഡ് സ്വാമി തുടങ്ങിയിരുന്നു. മുരളി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. മറ്റേ ഞങ്ങളുടെ ഫസ്റ്റ് ജുവല്ലറി മുരളിയും ഗീതയും. അതുകൊണ്ട് തന്നെ ആ സ്വാമി പറഞ്ഞ പോലെ ഒരു സെൻറ്റിമെൻ്റൽ വാല്യൂ നിലനിർത്തുന്നുണ്ട്. നമ്മളെത്ര വളർന്നാലും വലിയ ഷോറൂമുണ്ടായാലും ആ തുടക്കത്തെ ഓർക്കാൻ വേണ്ടി നമ്മൾ നിലനിർത്തും. മറ്റ് ഷോപ്പുകളെ പോലെ അധികം പാർക്കിംഗ് സ്പേസ് ഇല്ല. 93 വരെ ഞാൻ ഇരുന്നിരുന്ന സ്ഥലം അത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. 21 കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയ പീരീഡ് അല്ല. അതെ, അന്നത്തെ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പറഞ്ഞില്ലേ, ഒരു കൊടുക്കീഴിൽ സ്വർണം തുടങ്ങിയപ്പോൾ അത് പെട്ടെന്ന് 90 അതുവരെ എനിക്ക് ഞാനത് മനസ്സിലുണ്ടായിരുന്നില്ല. ചിരിച്ചു തള്ളായിരുന്നു. കാരണം സ്വർണ്ണക്കട പെട്ടെന്ന് തുടങ്ങാൻ സാധിക്കുന്ന സ്ഥിതി ആയിരുന്നില്ല. തുടങ്ങാൻ പറ്റുമെന്ന് സംശയമായിരുന്നു. പറ്റില്ല എന്നുള്ളതായിരുന്നു ധാരണ. പിന്നെ 93 കുട്ടികൾ വലുതായപ്പോൾ ഈ കടയിൽ 3 പേരും കൂടി ഇരിക്കാനുള്ള സ്കോപ്പില്ല. അങ്ങനെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആലോചിച്ചിട്ടാണ് എന്തെങ്കിലും തുടങ്ങണമെന്ന ധാരണയിൽ എൻ്റെ സഹോദരന്മാരോടും വൈഫിനോടും കുട്ടികളോടൊക്കെ ചോദിച്ചു. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. ചില ആൾക്കാർ പാത്രക്കട തുടങ്ങാം, ചിലർക്ക് ഹോം അപ്ലയൻസ് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു ദിവസം രാത്രി ഞാൻ കിടക്കുമ്പോഴാണ് നമ്മൾ കണ്ണടച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് പണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞത് മനസ്സിൽ ഓർമ്മ വന്നു. സ്വാമിക്കുട്ടിക്ക് ഒരു സ്വർണ്ണക്കടയും കൂടി തുടങ്ങിക്കൂടെ, അപ്പോൾ ഞങ്ങൾക്ക് സ്വർണവും തുണിയും ഒരു തുറക്കീഴിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് അന്ന് അവർ പറഞ്ഞത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്കായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉറക്കം വന്നില്ല. കാലത്ത് നേരത്തെ എനിക്ക് ഇതേമാതിരി സഹോദരന്മാരെയും
ഭാര്യേനെയും കുട്ടികളെയൊക്കെ വിളിച്ച് പറഞ്ഞു സ്വർണ്ണക്കട തുടങ്ങാനാണ് എൻ്റെ മനസ്സിലൊരു താല്പര്യം വരുന്നത്. ഇത് പണ്ട് നമ്മുടെ തുണി എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സിനോട് പറയാറുള്ളതാണ്. അപ്പോൾ പറഞ്ഞു സ്വർണ്ണക്കട തുടങ്ങാനൊക്കെ പറ്റുമോ, അതിന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അത് നമുക്ക് യാതൊരു പരിചയമില്ല, എങ്ങനെ തുടങ്ങാൻ. ഞാൻ പറഞ്ഞു ദീർഘവേ ഈശ്വരൻ്റെ അനുഗ്രഹവും ജനങ്ങൾ നമ്മുടെ കൂടെയുണ്ട്, അവരെ നമ്മൾ വിശ്വസിക്കണം, ധൈര്യമായിട്ട് തുടങ്ങാം, അത് സക്സസ് ആകുന്നൊരു ബോധ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഒടുക്കം എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ എല്ലാ സ്ഥലത്തും കടകളൊക്കെ പോയി കണ്ടു. അന്നത്തെ പ്രധാനപ്പെട്ട കടകൾ കേരളത്തിലും ചെന്നൈയിലും പോയി കണ്ടു. എല്ലാം ചെറിയ ചെറിയ കടകൾ, 400-500 രൂപ. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് വലിയ കട നമുക്ക് കാർ പാർക്കിംഗ് വേണം, ഫ്യൂച്ചർ കാർ പാർക്കിങ്ങിലാണ്. അതെ. പിന്നെ നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, വൃത്തിയായിട്ടുള്ളത്, എയർ കണ്ടീഷൻ, ഇരുന്ന് സമാധാനമായിട്ട് എടുക്കുക, ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അന്തരീക്ഷം. കുറേ വെറൈറ്റീസ് വെക്കണമെങ്കിൽ വലിയ കട വേണം. ടേബിളിൻ്റെ മുകളിൽ കണ്ട് ഉടനെ എടുത്തുകൊണ്ട് പോയി ആഭരണം ധരിച്ച് കണ്ണയുടെ മുമ്പിൽ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം, സംതൃപ്തി അവർക്ക് കസ്റ്റമേഴ്സിന് കിട്ടും. ജനങ്ങളാൽ ഞങ്ങൾ അങ്ങനെ തുടങ്ങിപ്പിച്ചാണ് സത്യം പറഞ്ഞത്. നമ്മുടെ പൂമന്നത്തെ സീതാറാം മിൽ, അതുമായിട്ട് സീതാറാം മില്ല് എൻ്റെ മുത്തച്ഛൻ്റെ ജ്യേഷ്ഠൻ ബാലരാമേരാണ് ശരിക്കും തുടങ്ങിയത്. മുത്തച്ഛൻ ജ്യേഷ്ഠൻ ബാലരാമേരാണ് സീതാറാം മില്ല് തുടങ്ങിയത്. പക്ഷേ മുത്തച്ഛനും കൂടെ എപ്പോഴും ഉണ്ടാവും, കാരണം ബാലരാമേരും മുത്തച്ഛനെ കാണാനും ഒരുപോലെയാണ്, ഒരു വളരെ സുഹൃത്തുക്കളാണ്. ഏതാ സീതാറാം മില്ല് ആര് ചോദിച്ചാൽ രണ്ടുപേരെയും കൂടി പറയാൻ പറ്റും. പക്ഷേ പഴയ കാലത്തൊക്കെ മറ്റേ ചേട്ടനാണല്ലോ, ബാലരാമേരാണ് തുടങ്ങിയത് കമ്പനി. അദ്ദേഹം കൂടെ എപ്പോഴും ഉണ്ടാവും, സ്വന്തം സ്ഥാപനത്തിൻ്റെ മാതിരി എപ്പോഴും ഉണ്ടാവും. അവിടെ നിന്നാണ് അദ്ദേഹവും ചെറിയൊരു തുണിക്കടയിലേക്ക് മാറാൻ പറ്റിയ. അത് ഗവൺമെൻറ് കുറേ കാലം കഴിഞ്ഞ് പിന്നെ സീതാറാമിൽ അവരെടുത്തപ്പോൾ ചെറിയൊരു തുണിക്കടയിലേക്ക് തുടങ്ങാനായിട്ട് സാഹചര്യം സൃഷ്ടിച്ചു. തൃശ്ശൂരിൻ്റെ വ്യാവസായിക വളർച്ചയിലെ ആദ്യത്തെ ഒരു ഭാഗമായിരുന്നു സീതാറാം മില്ലാണ് കാൽവെപ്പ് എന്ന് പറയാം. കാരണം മുത്തച്ഛൻ എപ്പോഴും കൂടെ ഉള്ളത് കൊണ്ട് മുത്തച്ഛൻ അതിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അതുകൊണ്ട് അതാണ് ശരിക്കും അവിടുത്തെ. ഇന്നും ഞങ്ങളുടെ തറവാട് ആ സീതാറാം മില്ലിൻ്റെ വാളിൻ്റെ ഇപ്പുറത്താണ്. തൃശ്ശൂർ ബിസിനസ്സിൽ മാത്രമല്ല സ്വാമിയുടെ മനസ്സിലും ജീവിതത്തിലെമ്പാടും അലിഞ്ഞെടുക്കുന്ന ഒന്നാണെന്നാണ് മനസ്സിലാവുന്നത്. മുത്തച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും ദേഷ്യം വരാത്ത സമാധാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് അതിൽ. തൃശ്ശൂരിൽ മുനിസിപ്പാലിറ്റി വന്ന ആദ്യത്തെ ചെയർമാൻ മുത്തച്ഛനാണ്. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും, കഥകൾ പറയും, റിലീജിയസ് ആയിട്ടുള്ള കഥകൾ, ശ്രീരാമൻ്റെ, ശ്രീകൃഷ്ണൻ്റെ, ഭഗവത്ഗീത അങ്ങനെ പറഞ്ഞു തരും. പിന്നെ ബിസിനസ്സിനെ പറ്റി പറഞ്ഞു തരും. അത് അച്ഛനും അതേ രീതിയിലേക്ക് വന്നു. അങ്ങനെ ഒരു അനുഭവം, വളർന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും തൃശ്ശൂരിൻ്റെ മണ്ണും മണവും എല്ലാം ജീവിതത്തിൽ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയധികം തിരക്കുള്ള ഒരു ബിസിനസ്മാൻ നമ്മൾക്ക് വേണ്ടി കുറേ നേരം ചെലവിട്ടു. വളരെ സന്തോഷം. നന്ദി. സന്തോഷം.